ഹായ് ഗൈസ്, ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ഫോറക്സ് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു സീരീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 5 പാർട്ടായിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ്. ഈ ഒരു 5 ക്ലാസ്സസിൽ നിങ്ങൾ ഓരോ ക്ലാസ്സസ് കഴിയുന്ന സമയത്തും ഫോറക്സ് മാർക്കറ്റ് എന്താണ്, ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനാലിസിസ് ചെയ്യണമല്ലോ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഫണ്ട് തരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ആ ഒരു കമ്പനീസ് മുഖേന എങ്ങനെ ഫണ്ട് അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഒരു റെഗുലർ ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു അബ്സല്യൂട്ട് ബിഗിനേഴ്സിലുള്ള ക്ലാസ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സീരീസും കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോറക്സ് മാർക്കറ്റിന്റെ ഫസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫോറക്സ് മാർക്കറ്റും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും തമ്മിലെ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ ടൈം തൊട്ട് തന്നെ തുടങ്ങാം. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് 9:50 to 3:30 വരെയുള്ള ടൈമിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഓരോ ദിവസവും കഴിയുന്നതിന് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്, ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺസ് കൊണ്ട് നമ്മുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ആകുന്നതും അങ്ങനെയുള്ള കുറെ മാർജിന്റെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്തെല്ലാം വരാറുണ്ട് അല്ലെ. അപ്പൊ ഫോറക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24/5 വരെ നമുക്ക് മാർക്കറ്റ് ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് ഫോറക്സ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം ടൈം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം രാത്രി വന്ന് ഇരുന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പറ്റുന്നതാണ്. ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ലിക്വിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വേൾഡിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് പറയലാണെന്നുണ്ടെങ്കിൽ 1 ഡേ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു വോളിയം പറയലാണെന്നുണ്ടെങ്കിൽ 7.5 ട്രില്യൺ ആണ് നമുക്ക് വോളിയം ആയിട്ട് ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാകാം. അതേപോലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ റെഗുലേഷൻസ് ഉണ്ട്. സെബി ഉണ്ട് അല്ലെ, സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ. ഇവർ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും മാറ്റിമറിച്ചും കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു സമയത്ത് ട്രേഡേഴ്സിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് പേ ചെയ്യുന്ന മാർജിനും ഡബിൾ ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് പെട്ടെന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ലിക്വിഡിറ്റി അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ള കറന്റ് മന്ത് നോക്കലാണെങ്കിൽ 30% വോളിയം നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ കുറഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വോളിയത്തിന്റെ ഇഷ്യൂ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ കുറെ സെഷൻസിലായിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഓൾ ഓവർ ദ വേൾഡ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വോളിയം നമുക്ക് ഡെയിലി ബേസിൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഓരോ സെഷൻസിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ലണ്ടൻ, ന്യൂയോർക്ക്, അതേപോലെ ഏഷ്യൻ സെഷൻ. ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ അങ്ങോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ റെഗുലേഷൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കറിയാം സെൻട്രലൈസ്ഡ് ആണ്, സെബി ഉണ്ട് അവിടെ. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നാൽ ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചോ കാര്യങ്ങളല്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ചേഞ്ച് മാത്രമല്ല ഉണ്ടാവും, ഒരുപാട് എക്സ്ചേഞ്ചസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും. കൂടുതലായിട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകുക ബാങ്ക്സ്, അതേപോലെ സെൻട്രൽ ബാങ്ക്സ്, ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആയിരിക്കും നമുക്ക് ലിക്വിഡിറ്റി, അതായത് ബൈ ആൻഡ് സെല് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ലിവറേജ് എന്ന് പറഞ്ഞ കാര്യം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ബൈ ആൻഡ് സെല് ചെയ്യുന്നതിന് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻട്രാഡേ. ഇൻട്രാഡേയിൽ നമുക്ക് മാർജിൻ ലഭിക്കുന്നതാണ്. നമുക്ക് 5x വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിവറേജ് കിട്ടും അല്ലെ. 100 രൂപ ഉണ്ടെങ്കിൽ 500 രൂപയുടെ ട്രേഡ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഫോറക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിവറേജ് കുറച്ചും കൂടി കൂടുതലാണ്. 1:500 വരെയും കിട്ടുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അത്ര എടുക്കണമെന്നല്ല, നമ്മൾ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ വരുന്ന ട്രേഡ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരിക്കലും ഞാൻ അങ്ങനെ എടുക്കണം എന്നല്ല പറയുന്നത്, നമുക്ക് അത്ര അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നതാണ്. അത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡും കാര്യങ്ങൾ എടുത്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നെഗറ്റീവ് വശവും ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാനും പഠിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ അടുത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ചാർജസ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടല്ലോ. ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെൻസ് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ എക്സ്ചേഞ്ച് കൊടുക്കുന്ന ഒരു ഫീസ് ഉണ്ടാവും അല്ലെ. STT, GST, അതേപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കണം. അത് കൂടാതെ നമ്മൾ ബ്രോക്കറേജും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഫോറക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഒന്നെങ്കിൽ സ്പ്രെഡ് അല്ലെങ്കിൽ കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കൊടുത്താൽ മതി. ഇതേപോലുള്ള STT, സ്റ്റാമ്പ് ഡ്യൂട്ടി, GST പോലുള്ള ടാക്സും കാര്യങ്ങളും നമ്മൾ പേ ചെയ്യാനായിട്ട് വരുന്നില്ല. നമുക്ക് കമ്മീഷൻ ആയിട്ട് ബ്രോക്കറിന് കൊടുക്കുന്ന ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് സ്പ്രെഡ് എന്നുള്ള രീതിയിലായിരിക്കും പിടിക്കുന്നുണ്ടാവുക. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോന്റെ അവസാനം സംസാരിക്കുന്നതാണ്. എന്താണ് സ്പ്രെഡ്, എങ്ങനെയാണ് നമുക്ക് വരുന്ന കോസ്റ്റ് കാര്യങ്ങളെല്ലാം വീഡിയോന്റെ അവസാനം നമ്മൾ സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പേഷൻസ് ആരൊക്കെയാണെന്ന് അല്ലെ. സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്, അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഹെഡ്ജ് ഫണ്ട്സ് വരുന്നുണ്ട്, അതേപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് വരുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഫോറക്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും, അതേപോലെ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സും ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്, ട്രേഡ് എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എല്ലാം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്നുണ്ട്. നോക്കലാണെങ്കിൽ വലിയൊരു ഹ്യൂജ് മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് കറൻസീസിനെ കുറിച്ചാണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം അല്ലേ. ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറൻസി പെയർസിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. എന്താണ് ഒരു കറൻസി പെയർ? രണ്ട് കറൻസീസ് തമ്മിലുള്ള ഒത്തുചേരുന്ന സമയത്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പെയർ എന്ന്. ഓക്കെ, USD INR ഇത് രണ്ടും കൂടിച്ചേർന്ന സമയത്താണ് ഒരു പെയർ ഉണ്ടാകുന്നത്. USD INR എന്ന് വെച്ചാൽ ഒരു പെയർ ആണ്. കറൻസി എന്താണ്? USD INR, GBP, JPY ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കറൻസീസ് പറയുന്നത്. ഒരു പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം കൂടിച്ചേരുന്ന സമയത്താണ് ഒരു പെയർ എന്ന് പറയുന്നുണ്ടാകുക. അതേപോലെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കറൻസി പെയർസ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ എടുത്തു വെക്കുക. ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, യൂറോ USD, GBP USD, USD JPY, USD CHF, AUD USD, NZD USD ഇങ്ങനെ പറയുന്ന കറൻസി പെയർസ് ഉണ്ട്. ഒരു 8ഓളം വരുന്ന കറൻസി പെയർസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറൻസി പെയർ ആണ്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് മേജർ പെയർസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നുണ്ടാകുക. കറൻസീസിന്റെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കറൻസീസിന്റെ യൂറോ USD എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് ഈ ഒരു കറൻസിന്റെ തരം തിരിക്കുന്നുണ്ട് ട്രേഡ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട്. മേജർ കറൻസി പെയർ, മൈനർ കറൻസി പെയർ, എക്സോട്ടിക് കറൻസി പെയർ, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാകുക USD ചേർന്ന് വരുന്ന കറൻസി പെയർസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 കറൻസി പെയർസ് ഉണ്ട്. അവരുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു 8 കറൻസി പെയർസിലായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ട്രേഡ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു കാര്യം കുറവായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറഞ്ഞത് എന്താണ് സ്പ്രെഡ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ കൊടുക്കേണ്ട ഒരു കമ്മീഷനാണ് സ്പ്രെഡ്. ഈ ഒരു 8 കറൻസി പെയർ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കമ്മീഷൻ വളരെ കുറവായിരിക്കും. അതിനുശേഷം മൈനർ കറൻസി പെയർ, മേജർ കറൻസി പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ USD ചേർന്ന് വരുന്നതാണ് മേജർ കറൻസി പെയർ. മൈനർ കറൻസി പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ USD ചേരാതെ നമ്മളിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ JPY യൂറോ എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ GBP യൂറോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വരുന്ന 2 കറൻസി പെയറുകൾ ഒത്തുചേരുന്ന സമയത്താണ് ഒരു മൈനർ പെയർ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ 8 കറൻസി പെയർസ് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് നമ്മൾ USD ചേർക്കാതെ വരുന്നതാണ് നമ്മൾ മൈനർ കറൻസി പെയർ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സോട്ടിക് കറൻസി പെയർസ് ആണ്. വികസിത രാജ്യങ്ങളുടെ കറൻസീസിനെ ആയിരിക്കും നമ്മൾ കറൻസി പെയറുകളായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ USD INR. നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് അല്ലെ. INR പെയർസ് എല്ലാം ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കറൻസിയും കൂടിയാണ്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്പൊ USD INR ഇതൊരു എക്സോട്ടിക് കറൻസി പെയർ ആണ്. ഇങ്ങനെ വരുന്ന കറൻസി പെയറുകളിൽ സ്പ്രെഡ് വളരെ കൂടുതലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കറൻസി പെയറുകളിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാകുക, മനസ്സിലാക്കി വെക്കുക, മേജർ കറൻസി പെയർസിലായിരിക്കും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു യൂറോ USD. ഇതിൽ യൂറോ ഒരു ബേസ് കറൻസിയും USD ഒരു കോഡ് കറൻസി ആയിരിക്കും. യൂറോ കൊടുത്തിട്ടായിരിക്കും നമ്മൾ USD ബൈ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യൂറോ ഒരു ബേസ് കറൻസി ആണ്, USD ഒരു കോഡ് കറൻസി ആണ്. യൂറോ കൊടുത്തിട്ടായിരിക്കും നമ്മൾ USD വാങ്ങുന്നുണ്ടാകുക. ഇതിൽ വാല്യൂ കൂടുതൽ ഉണ്ടാകുക യൂറോനായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അതേപോലെ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് വറി ചെയ്യേണ്ട. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കാര്യങ്ങൾ ബൈ ആൻഡ് സെൽ ചെയ്യുന്ന സമയത്ത് നടന്നോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ബേസ് കറൻസി, കോഡ് കറൻസി, മേജർ കറൻസി പെയർ, മൈനർ കറൻസി പെയർ, എക്സോട്ടിക് കറൻസി പെയർസിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു കറൻസി പെയർസിലെല്ലാം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കറൻസി പെയർസ് എല്ലാം നമുക്ക് മൂവ്മെന്റ് വരിക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. ഈ ഒരു മൂവ്മെന്റ്സ് വരുന്നത് എക്കണോമിക് ഡാറ്റ, സെൻട്രൽ ബാങ്ക് ഡിസിഷൻസ്, ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ്, മാർക്കറ്റ് സെന്റിമെന്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെന്റ്സ് വരുന്നുണ്ടാവുക. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഈ 4 കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റിലെ മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റ് സെന്റിമെന്റ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കറൻസീസ് മൂവ്മെന്റ് വരുന്നുണ്ട് ഈ ഒരു 4 കാര്യങ്ങൾ കൊണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കറൻസീസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്തുകൊണ്ടും സെല്ല് ചെയ്തുകൊണ്ടും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് 1-2 ദിവസം ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു കറൻസി പെയർ നെഗറ്റീവ് സെന്റിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അത് ഷോർട്ട് ചെയ്തുകൊണ്ട് ദിവസങ്ങളോ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കറൻസിയിൽ ബൈ ചെയ്തുകൊണ്ടും സെല്ല് ചെയ്തുകൊണ്ടും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം നമ്മൾ 3ാമത്തെ പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്ങനെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വീഡിയോയുടെ അവസാനം പറയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്പ്രെഡ്, അല്ലെ? അപ്പൊ ആ സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് അവിടെ നമ്മൾ ബൈ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യലാണ്. LTP 100 ആണ്. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്തു. അപ്പൊ നമ്മുടെ ബൈ പ്രൈസ് എത്ര ആയിരിക്കണം? 100 ആയിരിക്കണം വരേണ്ടത്, അല്ലെ? പക്ഷേ നമ്മൾ ഈ ഒരു സ്പ്രെഡ് കാരണം, ഇപ്പൊ നമ്മുടെ സ്പ്രെഡ് 2 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 1 എടുക്കാം. ഇപ്പൊ നമ്മുടെ സ്പ്രെഡ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഓപ്പൺ ആണെന്നുണ്ടാകുക 101-ലായിരിക്കും. ഓക്കെ, നിങ്ങൾ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് കാണുന്നുണ്ടാവും. ഈ ഒരു ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും സ്പ്രെഡ്. ബൈ ചെയ്യാൻ ഒരാളും സെല് ചെയ്യാൻ ഒരാളും ഉണ്ടല്ലേ, ഇവർ രണ്ടുപേരും ഓഫർ ചെയ്യുന്ന പ്രൈസ് ആണ് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നുണ്ടാകുക. ഈ ഒരു സ്പ്രെഡ് ആയിരിക്കും നമ്മുടെ ബ്രോക്കറേജ് ആയിട്ട് കമ്പനി എടുക്കുന്നുണ്ടാകുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 100ന് ബൈ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രെഡ് 1 ആണെന്നുണ്ടെങ്കിൽ 101-ലായിരിക്കും നമ്മുടെ പൊസിഷൻ ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് മനസ്സിലാക്കുക? നമ്മൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിൽ ആ ഒരു സ്പ്രെഡ് എഴുതി കാണിക്കുന്നതാണ് എത്രയാണ് ഇതിന്റെ സ്പ്രെഡ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 100ൽ എടുത്ത പ്രൈസ് 101-ലാണ് ഓപ്പൺ ചെയ്യുക. ആ ഒരു രൂപയായിരിക്കും നമ്മൾ കമ്മീഷൻ ആയിട്ട്, ഐ മീൻ സ്പ്രെഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടാകുക. അപ്പൊ നമുക്ക് എന്താണ് സ്പ്രെഡ് എന്ന് മനസ്സിലായല്ലേ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് പിപ്പ് ആൻഡ് ലോട്ട് സൈസിനെ കുറിച്ചായിരിക്കും. എന്താണ് പിപ്പ് ആൻഡ് ലോട്ട് സൈസ് എന്നുള്ള ഒരു ഐഡിയ തന്നുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ 1, 2, 3 പറഞ്ഞിട്ടല്ല നമുക്ക് ഷെയർസ് എടുക്കാൻ പറ്റുന്നുണ്ടാകും. ഒരു കൂട്ടം ഷെയർസുകളായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാകും. ഇതിന് പറയുന്ന പേരാണ് ലോട്ട്. ഓക്കെ, ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ഇവിടെ കൊടുക്കാം. കറൻസീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു 6 അക്ക സംഖ്യ, ഒരു 5 അക്ക സംഖ്യ ആയിട്ടായിരിക്കും കറൻസീസ് കാണുന്നുണ്ടാകുക. ഓക്കെ, ഈ ഒരു കറൻസീസിന്റെ 1, 2, 3, 4, 5 ഏത് സംഖ്യ മാറുന്ന സമയത്താണ് നമുക്ക് ഒരു പോയിന്റ് മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേരാണ് പിപ്പ്. അപ്പൊ ഒരു പോയിന്റ് മാറുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യമാണ് പിപ്പ്. ഇതിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാകുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫോറക്സ് മാർക്കറ്റിലേക്ക് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചുള്ള നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകുക ഈ ഒരു പിപ്പും അതേപോലെ ലോട്ട് സൈസും പഠിച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് തന്ന് നമുക്ക് ആ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഫണ്ടഡ് അക്കൗണ്ടുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് പാർട്ടിലോ അതേപോലെ അതിന്റെ അപ്പുറത്തെ പാർട്ടുകളിലോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.